ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പെഡിക്യൂർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കാല് നല്ല സോഫ്റ്റ് സ്മൂത്ത് ആകും, ടാൻ എല്ലാം റിമൂവ് ആകും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പെഡിക്യൂർ ചെയ്യാൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു പാത്രം വേണം, ഒരു ബേസിൻ. നമ്മുടെ രണ്ട് കാലും മുക്കി വെക്കാൻ പറ്റുന്ന ഒരു അളവിലുള്ള ഒരു പാത്രം വേണം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം, നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന അളവിലുള്ള ചൂടേ എടുക്കാവൂ. അതിലോട്ട് നമുക്ക് കുറച്ച് ഷാമ്പും ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയല്ല പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ആ തോട് അതിനകത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട ഈ ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും. അതൊരു 3-4 ഡ്രോപ്സ് ഒഴിക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. വെള്ളം തണുപ്പിച്ച് കളയരുത്, ആ ചൂട് നിർത്തണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. എന്നിട്ട് കാല് രണ്ട് ഒരു 15 മിനിറ്റോളം അതിൽ സോക്ക് ചെയ്ത് വെക്കുക. കാല് രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. വെള്ളം തണുക്കുന്നത് വരെ നമുക്ക് കാല് അതിലിങ്ങനെ മുക്കി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഇട്ട നാരങ്ങയുടെ തൊലി എടുത്ത് നമ്മുടെ നഖത്തിൻ്റെ ചുറ്റും ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് നമുക്ക് മസാജോ ഇങ്ങനെ ഉരച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ 2 കാലും ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് നെയിൽ കട്ടർ. അതിനകത്ത് ഈ പോർഷനാണ് വേണ്ടത്. ഇതെടുത്തിട്ട് വേണ്ട ഈ കത്തി പോലെ ഇരിക്കുന്ന ഒരു സാധനം, ഇതെടുത്തിട്ടാണ് നമ്മുടെ ഈ നഖത്തിൻ്റെ ഇടയിലുള്ള ക്യൂട്ടിക്കിൾസ് ഒക്കെ കളയുന്നത്. ഞാൻ ഇത് വെച്ചിട്ടാണ്, കാരണം എൻ്റെ കയ്യിൽ പെഡിക്യൂർ സെറ്റ് ഉള്ളവർക്ക് പെഡിക്യൂർ സെറ്റ് ഉപയോഗിക്കാം. അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ചാലും മതി. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ട് നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്കുള്ള ക്യൂട്ടിക്കിൾസ് എല്ലാം നന്നായിട്ട് ഇളക്കി കളയുക. അതിൻ്റെ മേളിൽ ഈ നന്നായിട്ട് ഈ നമ്മൾ കുതിർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഇളകിപ്പോവും. നമ്മുടെ കാലിൻ്റെ എല്ലാ നഖങ്ങളും ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നാരങ്ങയുടെ തൊലി നമ്മൾ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് വീണ്ടും നമ്മുടെ കാലിൻ്റെ നഖങ്ങൾ വീണ്ടും റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കെല്ലാം പോയിട്ട് നഖം നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും. അടുത്ത് വേണ്ടത് ഇതുപോലത്തെ ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഫാൻസി ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. സ്വിമ്മിങ് സ്റ്റൂൾ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് തേച്ച് ഉരച്ചെടുക്കുക. അപ്പം തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം ഒരുവിധം നന്നായിട്ട് ഇളകിപ്പോവും. കഴിവതും കാല് വെള്ളത്തിൽ മുക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ കാല് ഡ്രൈ ആകും, അപ്പം പിന്നെ ഇളകി പോകാൻ പാടായിരിക്കും. അപ്പോൾ കഴിവതും കാല് രണ്ടും വെള്ളത്തിൽ മുക്കി വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പം എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേളിൽ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് കാലിൻ്റെ മേൽഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്കും കാല് ഏകദേശം ഒരു നല്ലൊരു കാണാനൊരു കളറൊക്കെ തോന്നും. പക്ഷെ അടുത്ത ഈ സ്റ്റെപ്പും കൂടെ ചെയ്യണം. നമ്മൾ അടുത്ത് ചെയ്യണമെന്ന് ഒരു സ്ക്രബ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് കുറച്ച് ഒരു 1 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഓയിൽ, അതായത് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് പാരച്യൂട്ടിൻ്റെ ഓയിലാണ്. ഒരു 3-4 തുള്ളി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് അത് നമുക്ക് കാലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമ്മൾ ഇത് നേരെ കാലിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ കാല് നല്ല കുതിർന്ന് നമ്മുടെ ടാനൊക്കെ ഒരുവിധം മാറിയിരിപ്പുണ്ട്. പക്ഷെ ഇനി ഈ സ്ക്രബാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്രബ് നമുക്ക് നേരിട്ട് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാലിൻ്റെ ഓരോ പോർഷനിലും നല്ല ഇതായിട്ട് ഓരോ ഭാഗത്തും ഇച്ചിരി കട്ടിയുള്ള ഭാഗത്തൊക്കെ ഇച്ചിരി കട്ടിയിൽ തന്നെ ഇടണം. കാരണം നമ്മൾ എപ്പോഴും ആ ഭാഗങ്ങൾ വലുതായിട്ട് നമ്മൾ ഉരച്ച് കഴുകാറില്ലല്ലോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഈ സ്ക്രബ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സർക്കുലാർ മോഷനിൽ നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് നന്നായിട്ട് ഓരോ കാലും സ്ക്രബ് ചെയ്തെടുക്കുക. നഖത്തിൻ്റെ ഭാഗത്തോട്ട് അധികം പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നഖം നമ്മൾ നേരത്തെ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നഖത്തിൽ നമ്മൾ ഈ സ്ക്രബ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ അത് നമുക്ക് പിന്നെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് ശ്രദ്ധിച്ച് ഓരോ സ്ക്രബ് നമുക്ക് ഒത്തിരി അങ്ങ് വേദന എടുക്കാത്ത രീതിയിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ സ്ക്രബ് ചെയ്താൽ മതിയാവും. സ്ക്രബ് ചെയ്തിട്ട് ഞാൻ അത് തന്നെ നമ്മുടെ കാലിൽ ഒരു
50 മിനിറ്റ്സ് ഞാൻ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്കിന്നിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പോയി ബാത്റൂമിൽ പോയി കഴുകിയത്. അതിനുശേഷം ഒരു പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടത് അരിപ്പൊടിയാണ്. 1 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക. അതിനകത്തോട്ട് 2 ടീസ്പൂൺ നമ്മുടെ തൈര് എടുക്കുക. എന്നിട്ട് അത് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. നമ്മൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് കുഴഞ്ഞ് വരണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട ഈ പരുവത്തിനാണ് വേണ്ടത്. ഇതാണ് നമ്മൾ ഇനി കാലിൽ പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ വേണ്ട ബാത്റൂമിൽ പോയിട്ട് കാലൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യും കാലിലോട്ട്. കാലിൽ ഇച്ചിരി കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം. 2 കാലിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കാലിൽ നന്നായിട്ട് ഉണങ്ങി നല്ല സെറ്റായിട്ടിരിക്കും. അതിനുശേഷം ചെറുതായിട്ട് ഒരു സ്ക്രബ് ചെയ്ത് നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്ത് കഴുകി കളയുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കാലിൽ ഫുള്ളും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സോളം നമ്മളതിനെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേക്ക് അത് കാലിലോട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി വേണ്ട ഞാനത് കഴുകിയിട്ടൊക്കെ വന്നു. ഇനി നമ്മുടെ കാല് ഇത്രയും നേരം നമ്മൾ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും. ഒരു വാസലിനോ മോയ്സ്ചറൈസറോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് കാലിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെയിൽ പോളിഷ് ഇടുന്നവർക്കിടാം. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് കളർ നെയിൽ പോളിഷാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.